ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ രാവിലെയാണ് കേട്ടോ ജിമ്മിൽ പോകുന്നത്. അപ്പോൾ ആൾക്ക് ഇപ്പോൾ ബ്രെഡ് മുട്ട അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ഞങ്ങൾക്ക് ദോശമാവ് ഉണ്ടായിരുന്നു, അപ്പോൾ തക്കാളി ചട്നി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ വാട്ടർമെലൺ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു ജ്യൂസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ട ഫ്രൈ ചെയ്തപ്പോൾ അതിലേക്കൊരു പൗഡർ ആഡ് ചെയ്ത്, അതാണ് കേട്ടോ ഞാൻ ആദ്യം കാണിച്ചത്. അപ്പോൾ അത് നമ്മളിവിടെ നിന്ന് ഡയറക്റ്റ് ഷോപ്പിൽ നിന്ന് പൊടിച്ച് വാങ്ങുന്ന ഒരു പൗഡറാണ്. അപ്പോൾ അതിൽ നല്ല ഒരുപാട് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മക്കാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താമരയുടെ കുരുവാണ് കേട്ടോ. അതേപോലെ വാൽനട്ട്, പിന്നെ സൺഫ്ലവർ സീഡ്, പിന്നെ ബദാം, കാഷ്യൂ, പംകിൻ സീഡ്, അങ്ങനെ കുറച്ച് നല്ല സംഭവങ്ങളൊക്കെ കൂടി ഫ്രഷായിട്ട് പൊടിച്ചിട്ട് അത് വീട്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് മുട്ട പൊരിക്കുമ്പോഴോ അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴോ ഒരു സ്പൂൺ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലേവറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ, അത് അകത്ത് പോവുകയും ചെയ്യും. അപ്പോൾ അത് ഇട്ടിട്ടാണ് കേട്ടോ മുട്ട സെറ്റ് ചെയ്യുന്നത്. പിന്നെ ബ്രൗൺ ബ്രെഡ് ഞാൻ ഒരുപാട് നാളായി വാങ്ങിയിട്ട് എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടാവില്ല, പിള്ളേരാരും കഴിക്കലൊന്നുമില്ല. അപ്പോൾ യൗമിയുടെ ബ്രൗൺ ബ്രെഡ് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമുക്കങ്ങനെ ബ്രൗൺ ബ്രെഡാണ്, കുറച്ച് ഹാർഡായിട്ടൊന്നും തോന്നുന്നില്ല. അപ്പോൾ അതൊക്കെ ആയിട്ടുള്ളൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിരുന്നു രാവിലെ. ഞങ്ങൾ ദോശ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ മുട്ട കഴിച്ചപ്പോഴാണെങ്കിലും വലിയ ടേസ്റ്റ് വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. ഉമ്മ കുറച്ച് മാമ്പഴപ്പുളിശ്ശേരി വെക്കാൻ പാകത്തിനുള്ള കുഞ്ഞ് മാങ്ങയുണ്ടല്ലോ, അത് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം നല്ലോണം ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ നിന്ന് ഇത്രയും മാങ്ങ തന്നെ എടുത്തിട്ടുണ്ട്. കാരണം ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് കേടാവും, അത് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല അത്യാവശ്യം കൂടുതലായിട്ട് തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുത്ത് വിടാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും മാങ്ങ എടുത്തത്. അതേപോലെ ചക്ക ഒലത്തി എടുക്കാൻ വേണ്ടിയിട്ടുള്ള പാകത്തിനുള്ള ചക്ക നന്നായിട്ട് കട്ട് ചെയ്ത് ഒരു ആവി കയറ്റിയിട്ട് ഒരു വേവിച്ചിട്ട് ഉമ്മ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അതും ഞാനൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. മാമ്പഴപ്പുളിശ്ശേരി ഞാനൊരു സ്പെഷ്യൽ ടൈപ്പ് കോവിലകം ടൈപ്പ് മാമ്പഴപ്പുളിശ്ശേരിയാണ് കേട്ടോ വെക്കുന്നത്. നമ്മുടെ ഊർമിള ഉണ്ണി ഉണ്ടല്ലോ, അവർ പറഞ്ഞു തന്ന റെസിപ്പി കുറച്ച് വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ ഭയങ്കര അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെയ്യൊക്കെ ഒഴിച്ച് ശർക്കരയൊക്കെ ഇട്ട് വേവിച്ചിട്ടുള്ളൊരു മാമ്പഴപ്പുളിശ്ശേരി. അപ്പോൾ നമ്മൾ കമൻറ്റ് സെക്ഷനും കൂടി നോക്കി ഉറപ്പ് വരുത്തിയിട്ട് വേണം കേട്ടോ എന്തെങ്കിലും ഒരു റെസിപ്പി ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും അത് ഫ്ലോപ്പാണോ എന്ന്. പക്ഷെ ഭയങ്കര അഭിപ്രായം ഇരുന്നിട്ടാ, ആ ഒരു അഭിപ്രായം പോലെ തന്നെ ഞാൻ ഇത്രയും ടേസ്റ്റുള്ള മാമ്പഴപ്പുളിശ്ശേരി കഴിച്ചിട്ടേ ഇല്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, അടിപൊളിയാണ്. അപ്പോൾ അതിനാവശ്യമുള്ള മാങ്ങ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം കുറച്ചൊന്ന് വെന്ത് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് ശർക്കര നീരാണ് കേട്ടോ. ശർക്കരയുടെ പീസോ ഇങ്ങനെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ടായിരുന്നു, അപ്പോൾ അത് നീരായിട്ട് തന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊന്ന് വെന്ത് സെറ്റായി വരുമ്പോൾ ഒരു സ്പൂൺ നെയ്യ് ചേർക്കണം കേട്ടോ, അതാണ് അതിൻ്റെ ഫ്ലേവർ. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പിടി തേങ്ങ, ഇപ്പം 4 മാങ്ങയൊക്കെ ആണെങ്കിൽ ഒരു പിടി തേങ്ങ, അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് തൈര്. ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് അതാണ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ അത്യാവശ്യം കൂടുതൽ തന്നെ വെക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം തേങ്ങയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇഞ്ചിയോ ഉള്ളിയോ ഒന്നും ആഡ് ചെയ്യരുത്, അത് അവരെടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അതിൽ നല്ല മഷി പോലെ അരയ്ക്കണം കേട്ടോ. എന്നിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ താളിക്കുന്നതെല്ലാം നെയ്യ് തന്നെയാണ് കേട്ടോ. നെയ്യിൽ കടുകും ഉലുവയും കൊല്ലമുളകും കറിവേപ്പിലയും നോർമൽ താളിക്കണ പോലെ താളിച്ചൊഴിക്കുക. എൻ്റെ അമ്മ ഇത് ഇരുന്നപ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ്. പിറ്റേ ദിവസമായപ്പോൾ അടിപൊളിയായിരുന്നു. പിന്നെ ശർക്കരയൊക്കെ ഒരു പാകത്തിന് ഒഴിക്കുക കേട്ടോ. നമുക്കറിയാമല്ലോ, ഒരുപാട് കൂടിയൊന്നും പോകണ്ട. അപ്പോൾ ഒരു നോർമൽ രീതിയിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് എരിവ് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ കൊല്ലമുളക് കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുക, അതല്ലെങ്കിൽ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി യൂസ് ചെയ്യുക. ഞാൻ കാശ്മീരിയാണ് കേട്ടോ യൂസ് ചെയ്തത്. അപ്പോൾ എന്തായാലും സംഭവം സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചക്ക ഉലത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു വേവിച്ചിട്ടാണ് നമ്മൾ കൊടുത്തയച്ചേക്കുന്നത്. അപ്പോൾ ചെറിയുള്ളിയും ചതമുളകും ഒക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കൊന്ന് കുഴഞ്ഞിരിക്കുന്ന ചക്കയാണ് കേട്ടോ ഇഷ്ടം. നല്ല ചക്കയായിരുന്നു, ചക്കയും മാങ്ങ എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷെ പഴുത്ത ചക്കയാണ് കേട്ടോ കൊണ്ടുവരാൻ പറ്റാതിരുന്നത്. അപ്പോൾ അത് കുറച്ച് വെയിറ്റും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വന്ന് അതങ്ങനെ തന്നെ അവിടെ വെച്ചിട്ട് പോരേണ്ട വന്നിട്ടോ.
ബാക്കിയെല്ലാം അൽഹംദുലില്ലാ എത്തി. പിന്നെ അച്ചാറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് ഉണക്കമീനൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചട്ടി താത്ത വന്നപ്പോൾ എനിക്ക് തന്നതാണ്. ചട്ടിച്ചോറൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് അടിപൊളിയാണെന്നും പറഞ്ഞിട്ട്. ആളുടെ അടുത്ത് ചട്ടികളുടെ ഒരു വമ്പൻ ശേഖരം തന്നെയുണ്ട് കേട്ടോ. നാട്ടിലുള്ളവരുടെ അടുത്ത് പോലും ഇത്രയും ചട്ടികൾ ഉണ്ടാവില്ല, അത്രയും ആളവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം പോരുമ്പോൾ 2 കൊണ്ടുവരാൻ പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ചട്ടിച്ചോറ് കഴിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വരുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നും ഉണ്ടായില്ല. ആൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ ഒരു 11:30 മണിയൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലഞ്ച് കഴിക്കാനായിട്ട് വരലില്ല. പക്ഷേ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ലഞ്ചിന് വന്ന് കഴിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. വൈകുന്നേരമാണ് മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ആളെത്തിയത്. അപ്പോൾ എന്തായാലും അടിപൊളി കറിയാണ് കേട്ടോ. കോവിലകം സ്റ്റൈൽ മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ട്രൈ ചെയ്തു. ഞാനിനി എന്തായാലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയുള്ളൂ. കാരണം പണിയും കുറവാണ്, നല്ല ടേസ്റ്റുമാണ്. നല്ല ടേസ്റ്റ് വന്നത് സത്യം പറഞ്ഞാൽ പിറ്റേ ദിവസമാണ് കേട്ടോ. വെച്ച പാടെ കഴിക്കുന്നതിനേക്കാളും പിറ്റേ ദിവസമായപ്പോൾ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ലൊരു രുചിയായിരുന്നു. പിള്ളേരൊക്കെ ഓൾറെഡി കഴിച്ചിട്ട് എല്ലാവരും സ്കൂളിൽ പോയി വന്നിട്ട് ഫുഡൊക്കെ കൊടുത്ത് ഹംദാനുമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു 4 മണിയായപ്പോഴാണ് കേട്ടോ ലഞ്ച് കഴിക്കണേ. എൻ്റെ കഴിക്കലൊക്കെ ആ ഒരു സമയമൊക്കെ ആവും. കാരണം പിള്ളേർ 2:30 ആ ഒരു സമയത്തല്ലേ വരുന്നത്. അപ്പോൾ അതനുസരിച്ചാണ് ഇവിടെ എല്ലാവരും ലഞ്ച് കഴിക്കുക. ഹംദാൻ വരുമ്പോൾ പിന്നെയും 1 മണിക്കൂർ കഴിയും. അപ്പോൾ ചിലപ്പോൾ ഞാൻ അതിന് മുമ്പ് കഴിക്കും. വിശപ്പ് കൂടുതലാണെങ്കിൽ ഞാൻ നേരത്തെ കഴിക്കും. അതല്ലെങ്കിൽ എല്ലാവരുടെയും കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞാനിരിക്കുക. ഈ ചക്കയുടെ ഒലത്ത് ശരിക്കും പറഞ്ഞാൽ വൈകിട്ട് ചായക്കാണ് ബെസ്റ്റ്. എന്നാലും ചോറിന് കഴിക്കുമ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ വൈകിട്ട് ചായക്കും നമുക്ക് അത് തന്നെയായിരുന്നു. ഞാൻ അത്യാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കൊരു 3 തവണ ഉണ്ടാക്കാൻ പാകത്തിന് അത്യാവശ്യം നന്നായിട്ട് തന്നെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. ഇക്കായാണ് കേട്ടോ പഴുത്ത ചക്കയുടെ ആൾ. എനിക്കെപ്പോഴും ചക്ക ഒലത്തിയത് തന്നെയാണ് ഇഷ്ടം. ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തും ഞാൻ അന്വേഷിച്ചെടുക്കുന്നത് ഈ ഒരു പച്ച ചക്കയാണ് കേട്ടോ. എനിക്ക് ഈ ഒലത്തി കഴിക്കുന്നതാണ് ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ ഇക്ക ചട്ടി കണ്ടപ്പോൾ ചോദിച്ചു, എന്തിന് ഇത്രയും മാമ്പഴം എടുത്ത് വെച്ചത്, കുറച്ച് വെച്ചാൽ പോരായിരുന്നു എന്ന്. പക്ഷേ പിറ്റേ ദിവസം ആയപ്പോഴത്തേനും അത് അത്യാവശ്യം തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ആറൂനും പിള്ളേരെല്ലാവരും കഴിച്ചോളൂ കേട്ടോ. എല്ലാവരും ഈ കറി കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ വൈകിട്ട് ചായക്കുള്ള ചക്ക വലത്തേത് അങ്ങനെ എടുക്കുകയാണ് കേട്ടോ. ഞാൻ ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. കാര്യം ദുബായിൽ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല. എന്നാലും നാട്ടിൽ നിന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് വരുമ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണല്ലോ. പ്രത്യേകിച്ച് ചക്കയും മാങ്ങയൊക്കെ ഇപ്പോൾ സീസൺ തന്നെയാണല്ലോ. ഇവിടെ ലുലുവിലും മാംഗോ സീസണൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ രാജ്യത്തുള്ള മാംഗോയും കാര്യങ്ങളൊക്കെ കാണുകയും ഒക്കെ ചെയ്യാൻ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.